നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സും തെർമോഡൈനാമിക്സും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ കോണ്ടാക്റ്റായി നമ്മൾ പറഞ്ഞിരുന്നത്. അതിന് നമുക്കൊരു ഫെമിലർ ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയിരുന്നു. ബോൾസ്മാൻ്റെ റിലേഷൻ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു കെ എൽ എൻ ഒമേഗ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സിസ്റ്റം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് സിസ്റ്റം A1 A2 എന്ന് പറയുന്ന സിസ്റ്റം, അതിൻ്റെ മൈക്രോസ്റ്റേറ്റ് N1 V1 E1, അതുപോലെ രണ്ടാമത്തെ കേസിൽ N2 V2 E2 എന്നുള്ളതായിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഒമേഗ 1, ഇത് ഒമേഗ 2. നമ്മൾ കോമ്പോസിറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒമേഗ 0, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ 1 ഒമേഗ 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത് ഇംപെർമിയബിൾ ആയിരിക്കും, അതുപോലെ മൂവബിൾ ആണ്, ബട്ട് മൂവബിൾ ആൻഡ് ഈച്ച് കണ്ടക്റ്റിംഗ്. അതായത് പാർട്ടീഷൻ എന്ന് പറയുന്നത് ഇംപെർമിയബിൾ ആണെന്ന് പറഞ്ഞാൽ N1 എന്ന് പറയുന്നതും N2 എന്ന് പറയുന്നതും എന്താണ്, അവിടെ കോൺസ്റ്റൻ്റ് ആണ്, വേരി ചെയ്യുന്നില്ല എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. പക്ഷേ മൂവബിൾ ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഒരു പാർട്ടീഷൻ ഒന്നെങ്കിൽ ലെഫ്റ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ റൈറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ V1 വിൽ ബി ചേഞ്ച്, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ V2 വിൽ ബി ചേഞ്ച്, ഓർ either ലൈക്ക് വൈസ് വെർസ. അതായത് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ V1 ചേഞ്ച് ചെയ്യും, സ്വാഭാവികമായിട്ടും V2 ചേഞ്ച് ചെയ്യും. അപ്പോൾ മൂവബിൾ എന്ന് പറയുമ്പോൾ V1 എന്ന് പറയുന്നത് അവിടെ വേരി ചെയ്യുന്നുണ്ട്, V2 എന്ന് പറയുന്നതും അവിടെ വേരി ചെയ്യുന്നുണ്ട്. പക്ഷേ ടോട്ടൽ എന്ന് പറയുന്നത് V0 ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 ആയിരിക്കും. ഈച്ച് കണ്ടക്റ്റിങ്ങിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു, E1 എന്ന് പറയുന്നത് വേരിയബിളാണ്, E2 എന്ന് പറയുന്നതും വേരിയബിളാണ്. ബട്ട് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, E1 പ്ലസ് E2 ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു അഡീഷണൽ നമ്മൾ കയറാണ്, വോളിയത്തിൻ്റെ കേസും കൂടി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുകയാണ് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈച്ച് കണ്ടക്റ്റിംഗ് ആവുമ്പോൾ നമുക്ക് കിട്ടിയ റിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോ ln ഒമേഗ 1 divided by dou E1 at the value of N1 V1. അവിടെ വോളിയം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കിട്ടിയിരുന്നു. E1 എന്ന് പറയുന്നത് E1 ഡാഷ് എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാണ്. അതുപോലെ ഡോ ln ഒമേഗ 2 ഡിവൈഡഡ് ബൈ ഡോ E2 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, N2യുടെ കോൺസ്റ്റൻ്റ് ആണ് V2, E2 സീക്വൽ ടു E2 ഡാഷ്. നമ്മൾ കഴിഞ്ഞതിൽ N1ഉം V1 എഴുതിയിട്ടില്ലായിരുന്നു, കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മളവിടെ എഴുതാതിരുന്നത്. ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾ മാത്രമാണ് നമ്മളവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ കൺഫ്യൂഷൻ വരണ്ട എന്ന് കരുതിയിട്ടാണ്, കാരണം ഇവിടെ വോളിയം കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചേഞ്ച് രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈച്ച് കണ്ടക്റ്റിംഗ് എന്നുള്ള ഈ ഒരു കേസ് വെച്ച് നമുക്ക് ഈ റിലേഷൻ നമുക്കിങ്ങനെ പറയാം. ഇതിന് നമുക്ക് β1 സീക്വൽ ടു β2 എന്ന് കിട്ടിയിരുന്നു. ഇതിന് നമുക്ക് T1 സീക്വൽ ടു T2. രണ്ട് ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ കേസിലും ടെമ്പറേച്ചർ ഈക്വൽ ആവുന്നത് വരെ ട്രാൻസ്ഫറിങ് നടക്കും, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നത് രണ്ട് സിസ്റ്റത്തിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആവുന്നത് വരെ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ സെക്ഷൻ നമ്മൾ എത്തിയിരുന്നു. ഇനി ഇവിടെ V0 നമ്മൾ വോളിയം ചേഞ്ച് ചെയ്യുന്നു, നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ഈ എനർജിയും ഈക്വൽ ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ചെയ്ത പോലെ തന്നെ ഒരു റിലേഷൻ നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ വോളിയവുമായി ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും. ഡോ ln ഒമേഗ 1 ഡിവൈഡഡ് ബൈ ഡോ V1 എന്നായിരിക്കും. ഇപ്പോൾ ഇവിടെ N1ഉം E1ഉം ഫിക്സഡ് ആയിട്ട് വെക്കുകയാണ്. വോളിയം എന്ന് പറഞ്ഞത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അത് V1 ഡാഷ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ln ഒമേഗ 2 ഡിവൈഡ് ബൈ ഡോ V2 അറ്റ് കോൺസ്റ്റൻറ്റ് N2 E2 V2 സീക്വൽ ടു V2 ഡാഷ് എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈച്ച എന്നുള്ള ഒരു ടേം വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ദാറ്റ് ഈസ് ഡോ ln ഒമേഗ ഡിവൈഡ് ബൈ ഡോ V അറ്റ് കോൺസ്റ്റൻറ്റ് N1 NE എന്നുള്ള കണ്ടീഷൻ. കാരണം കോൺസ്റ്റൻ്റ് ടേംസാണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. V1 എന്ന് പറയുന്നത് വേരിയിങ് ആണ്,
അത് കോൺസ്റ്റൻറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് ഏത് പോയിന്റിലാണ്? v1 = v1 എന്ന് പറയുന്ന പോയിന്റിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ നമുക്ക് ഇനി എഴുതാം. η1 = η2 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. η1 = η2. ഇനി η1ൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. അതായത് ഈ ഒരു വാല്യൂ നമുക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് dq = T dx = dE + P dV - mu dn എന്നുള്ള റിലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ∂x/∂v നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് അറ്റ് കോൺസ്റ്റൻറ്റ് എനർജി ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ ടേമും ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് കിട്ടുന്ന ടേം എന്ന് പറയുന്നത് P/T എന്നുള്ള റിലേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ∂x/∂v അറ്റ് കോൺസ്റ്റൻറ്റ് En എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? P/T കിട്ടി. ബോൾട്ട്സ്മാൻ ഇക്വേഷൻ പ്രകാരം S = K ln ω ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ∂ln ω/∂v അറ്റ് കോൺസ്റ്റൻറ്റ് എനർജി ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? P/KT എന്ന് നമുക്ക് എഴുതാം. ദിസ് ഈസ് ദ ഈറ്റ. അപ്പോൾ ഈറ്റ എന്ന് പറയുന്നത് എന്തിനാണ്? പ്രഷറിനെയും ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടത്. ഈച്ച് കണ്ടക്റ്റിംഗ് എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടു. അപ്പോൾ T1 = T2 നമുക്ക് ഓൾറെഡി കിട്ടി. മൂവബിൾ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ആ സമയത്ത് ഇത് രണ്ടും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് P1/KT1 = P2/KT2 എന്നും കിട്ടി. അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്നിച്ചെടുക്കുകയാണ്. ഈ രണ്ട് കേസ് നമ്മൾ ഒരുമിച്ചെടുക്കുകയാണ്. അതായത് മൂവബിളും ആണ്, അതുപോലെ ഈച്ച് കണ്ടക്റ്റിംഗ് എന്നുള്ള കേസ് നമ്മൾ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ഈച്ച് കണ്ടക്റ്റിംഗ് പ്രകാരം ടെമ്പറേച്ചർ ഈക്വലാണ്, മൂവബിൾ പ്രകാരം പ്രഷറും ടെമ്പറേച്ചറും. അപ്പോൾ ടെമ്പറേച്ചർ ഈക്വൽ ആകുമ്പോൾ T1 = T2 എന്നുള്ളൊരു ഇക്വേഷനിലേക്ക് വന്നു. അപ്പോൾ അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ P1 = എന്തായിരിക്കണം? P2 ആയിരിക്കണം. ദാറ്റ് മീൻസ് ഈ ഒരു കണ്ടീഷനിൽ മ്യൂച്വൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? രണ്ട് ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ കേസിലുള്ള പ്രഷറും ടെമ്പറേച്ചറും ഈക്വൽ ആവുന്ന കേസ്, അല്ലെങ്കിൽ ഈക്വൽ ആവുന്ന രീതിയിലേക്ക് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇക്വിലിബ്രിയം കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ A1 എന്ന് പറയുന്ന സിസ്റ്റവും A2 എന്ന് പറയുന്ന സിസ്റ്റവും ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് എത്തുന്നത് പ്രഷറും ടെമ്പറേച്ചറും ഈക്വൽ ആവുമ്പോഴാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ കേസിലേക്ക് നമ്മൾ പോവുകയാണ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസിൽ ഈച്ച് കണ്ടക്റ്റിംഗ് ആയി, രണ്ടാമത്തെ കേസിൽ വോളിയം ചേഞ്ച് മൂവബിളായി, മൂന്നാമത്തെ കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ കൊടുക്കുന്നത്? പെർമിബിൾ ആണ് എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നമ്മളവിടെ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫിസിക്കൽ സിസ്റ്റം, രണ്ട് ഫിസിക്കൽ സിസ്റ്റം ഇതാണ്. ഇത് A1, ഇത് A2, N1 V1 E1, N2 V2 E2. രണ്ട് ഫിസിക്കൽ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്തു. ω1 ω2. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈച്ച് കണ്ടക്റ്റിംഗ് ആണ്, പെർമിബിൾ ആണ്, പാർട്ടീഷൻ എന്ന് പറയുന്നത് പെർമിബിൾ ആണ്, മൂവബിൾ ആണ് ആൻഡ് ഈച്ച് കണ്ടക്റ്റിംഗ്. മൂന്ന് കേസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഈച്ച് കണ്ടക്റ്റിംഗ്, അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഈച്ച് കണ്ടക്റ്റിംഗ് ആണ് എന്നുള്ളൊരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഈച്ച് കണ്ടക്റ്റിംഗ് ആണ് നമ്മൾ പറയുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ റിലേഷൻ എന്തായിരുന്നു? ∂ln ω1/∂E1 അറ്റ് N1 V1 E1 = E1 dash, that is equal to ∂ln ω2/∂E2 at N2 V2 E2 = E2 dash എന്നതായിരുന്നു നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു? β1 = β2 എന്ന് കിട്ടി. ഫ്രം ദിസ് T1 = T2. ഓക്കെ, ഇനി മൂവബിൾ എന്നുള്ള കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മൂവബിൾ, അപ്പോൾ ഈച്ച് കണ്ടക്റ്റിങ്ങും പെർമിബിൾ നമ്മളവിടെ ഫിക്സ് ചെയ്തത് എനർജിയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അവിടെ ഫിക്സ്ഡ് ആയിട്ട് വെക്കുകയാണ്. പകരം വോളിയം മാത്രം ചേഞ്ച് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയുന്ന റിലേഷൻ എന്ന് പറയുന്നത് ∂ln ω2/∂V1
അറ്റ് N1 E1 V1 ഈക്വൽ ടു V1 ഡാഷ്, അതായത് ഇക്വിലിബ്രിയം വാല്യൂ ആണ് നമ്മൾ V1 ഡാഷ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ln ω2 ഡിവൈഡ് ബൈ ഡോ V2 N2 E2 V2 ഈക്വൽ ടു V2 ഡാഷ്. അപ്പോൾ ഇതിന് നമുക്ക് η1 ഈക്വൽ ടു η2 നമുക്ക് കിട്ടിയിരുന്നു. ഇതിന് നമുക്ക് P1 ഈക്വൽ ടു P2 എന്നുള്ള കണ്ടീഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, എത്തപ്പെട്ടു. ഇനി നമ്മൾ പെർമിയബിൾ ആണ് എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ കൊടുക്കണം. പെർമിയബിൾ ആണ്, ആ സമയത്ത് എനർജിയും വോളിയം നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യത്തെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ പ്രൊസീജിയറാണ്. ഡോ ഇവിടെ ω1 ആണ് കേട്ടോ. ഡോ ln ω1 ഡിവൈഡ് ബൈ ഡോ N1 അറ്റ് N1 ഈക്വൽ ടു N1 ഡാഷ് E1 V1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ln ω2 ഡിവൈഡ് ബൈ ഡോ N2 അറ്റ് N2 ഈക്വൽ ടു N2 ഡാഷ് V2 E2 എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ വാല്യൂ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, സീറ്റ എന്നുള്ള ഒരു നൊട്ടേഷൻ നമ്മൾ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ln ω ഡിവൈഡ് ബൈ ഡോ N അറ്റ് കോൺസ്റ്റൻറ്റ് എനർജി ആൻഡ് വോളിയം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, റെപ്രസെൻ്റ് ചെയ്യാണ് സീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, σ1 ഈക്വൽ ടു σ2 എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എത്തപ്പെട്ടു. σ1 ഈക്വൽ ടു σ2. ഇനി നമുക്ക് σ1ൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് dq ഈക്വൽ ടു dt dx ഈക്വൽ ടു de പ്ലസ് p dv മൈനസ് mu dn. ഫ്രം ദിസ് ഡോ എസ് ഡിവൈഡ് ബൈ ഡോ എൻ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് എനർജി നമുക്ക് എന്ത് ചെയ്യാം, എനർജിയും വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. മൈനസ് മ്യൂ ഡിവൈഡ് ബൈ ടി. ബോൾസ്മാൻ റിലേഷൻ പ്രകാരം എക്സ് ഈക്വൽ ടു എന്താണ്, കെ ln ω ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നമുക്ക് ഡോ ln ω ഡിവൈഡ് ബൈ ഡോ എൻ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, മൈനസ് മ്യൂ ഡിവൈഡ് ബൈ കെ ടി എന്ന് നമുക്ക് കിട്ടും. ഇതെന്താണ്, ഈച്ച എന്നുള്ള വാല്യൂ ആയിരിക്കും. കാരണം നമ്മൾ ഈച്ചനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, ഈ രീതിയിലാണ് നമ്മൾ ഈച്ച അല്ല സീറ്റ എന്നുള്ള റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഡോ ln ω ഡിവൈഡ് ബൈ ഡോ എൻ എന്നുള്ള റിലേഷനാണ്. അപ്പോൾ നമുക്കിവിടെ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ കെ ടി എന്നുള്ള റിലേഷനിലേക്ക് നമ്മൾ എത്തപ്പെട്ടു. ഫ്രം ദിസ് അപ്പോൾ ഇവിടെ നമുക്ക് σ1 ഈക്വൽ ടു σ2 എന്നതാണ്. ദാറ്റ് ഈസ് μ1 ഡിവൈഡ് ബൈ കെ T1 ഈക്വൽ ടു μ2 ഡിവൈഡ് ബൈ കെ T2 എന്ന് പറയാം. നെഗറ്റീവ് നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം നമുക്ക് ഇവിടുന്ന് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഈറ്റ് കണ്ടക്റ്റിംഗ് ആവുമ്പോൾ T1 ഈക്വൽ ടു T2, മൂവബിൾ ആവുമ്പോൾ P1 ഈക്വൽ ടു P2, പെർമിബിൾ ആവുമ്പോൾ ഈ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ. ഇനി മൂന്നും കൂടി നമ്മളിവിടെ എന്താണ് സൂപ്പർ പൊസിഷൻ ചെയ്യുകയാണെങ്കിൽ, ഈ മൂന്ന് കണ്ടീഷൻ നമ്മൾ സൂപ്പർ പൊസിഷൻ ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, പ്രഷർ കോൺസ്റ്റൻ്റ് ആവും. ഇവിടെ ടെമ്പറേച്ചർ ഓൾറെഡി കോൺസ്റ്റൻ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ കെമിക്കൽ പൊട്ടൻഷ്യൽ മ്യൂ എന്ന് പറഞ്ഞത് കെമിക്കൽ പൊട്ടൻഷ്യലാണ്, കെമിക്കൽ പൊട്ടൻഷ്യലും കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ അറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറും പ്രഷറും അതുപോലെ കെമിക്കൽ പൊട്ടൻഷ്യലും എന്താവണം, ഈക്വൽ ആവുന്ന കേസിലാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ മൂന്ന് കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എത്താമെന്ന് പറഞ്ഞാൽ മൂന്ന് കണ്ടീഷനും, അതായത് ഇംപെർമിബിള്, മൂവബിള്, അതുപോലെ ഈറ്റ് കണ്ടക്റ്റിങ്. അപ്പോൾ ഈ മൂന്ന് കേസിലും ഇക്വിലിബ്രിയം കണ്ടീഷൻ എത്താമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് T1 ഈക്വൽ ടു T2, P1 ഈക്വൽ ടു P2 ദാറ്റ് ഈസ് ആൻഡ് μ1 ഈക്വൽ ടു μ2. ഈ ഒരു കണ്ടീഷനിൽ എത്തുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, രണ്ട് സബ് സിസ്റ്റം എന്ത് ചെയ്യുന്നത് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ അറ്റൈൻ ചെയ്യും. മൂന്ന് കേസാണ് നമ്മളൊരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന മാക്രോ സ്റ്റേറ്റിന് അല്ലെങ്കിൽ മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് NEV. ഈ മൂന്ന് വേരി ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ മൂന്നും വേരി ചെയ്യുന്ന കേസിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നത്
അറ്റൈൻ ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിലായിരിക്കും. ദറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം. ഓക്കെ, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലെ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസുകളാണ് നമ്മൾ മൂന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഒന്നുകിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എനർജി ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്യാം. സപ്പോസ് ഇത് മൂന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രണ്ട് ഫിസിക്കൽ സിസ്റ്റം തമ്മിലുള്ള ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് അറ്റൈൻ ചെയ്യുന്നത് രണ്ട് സിസ്റ്റത്തിൻ്റെ കേസിലുള്ള ടെമ്പറേച്ചറും പ്രഷറും കെമിക്കൽ പൊട്ടൻഷ്യലും ഈക്വൽ ആവുന്ന കേസ് വരെ എന്ത് ചെയ്യും, ഈ ഒരു ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ത് ചെയ്യും നടക്കും, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് അറ്റൈൻ ചെയ്യും എന്നതാണ് ഇതിന് നമുക്ക് എന്ത് ചെയ്യുന്നത് അനുമാനിക്കാനുള്ളത്. അപ്പോൾ ഈ കണ്ടീഷനൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബോൾട്സ്മാൻ റിലേഷനാണ്. എസ് ഇസ് ഈക്വൽ ടു കെ എൽ എൻ ഒമേഗ, ദറ്റ് ഈസ് ദ ഫോർ എൻ ഇ വി. ഇതാണ് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സും തെർമോഡൈനാമിക്സും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഈ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പറയാൻ പോകുന്നത് തെർമോഡൈനാമിക്സിൻ്റെ പ്രോപ്പർട്ടീസിലേക്കാണ്. അതായത് തെർമോഡൈനാമിക്സിൻ്റെ ഓരോ പാരാമീറ്റേഴ്സ് നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു സിസ്റ്റത്തിൻ്റെ മാക്രോ സ്റ്റേറ്റാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ആ സിസ്റ്റത്തെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പാരാമീറ്റർ ഏതൊക്കെയാണ് നമ്മൾ ആദ്യം കണ്ടെത്തണം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ മൈക്രോ സ്റ്റേറ്റ് നമുക്ക് കിട്ടും. മൈക്രോ സ്റ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എൻട്രോപ്പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ദിസ് ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു കെ എൽ എൻ ഒമേഗ, വേർ എസ് ഇസ് ദ ഫങ്ഷൻ ഓഫ് എൻ വി ഇ. അതായത് ആ സിസ്റ്റത്തെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പാരാമീറ്റർ ആയിരിക്കും ആ എൻട്രോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതുപോലെ മൈക്രോ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിൽ കെ എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തെർമോഡൈനാമിക്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പറഞ്ഞ റിലേഷൻ ഡോ എസ് ഡിവൈഡ് ബൈ ഡോ ഇ എന്നുള്ള റിലേഷൻ നമ്മൾ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് അറ്റ് കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് വോളിയം. എസ് ഇസ് ഈക്വൽ ടു കെ എൽ എൻ ഒമേഗ. അപ്പോൾ കെ ഇൻറ്റു ഡോ എൽ എൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഡോ ഇ അറ്റ് കോൺസ്റ്റൻറ്റ് എൻ കോമ വി. ഡോ എൽ എൻ ഒമേഗ ഡിവൈഡ് ബൈ ഡോ ഇ, ബീറ്റ എന്നുള്ള പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ കെ ഇൻറ്റു ബീറ്റ സീക്വൽ ടു 1/kt. അപ്പോൾ കെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, 1/t എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡോ എസ് ഡിവൈഡ് ബൈ ഡോ ഇ അറ്റ് കോൺസ്റ്റൻറ്റ് എൻ ആൻഡ് വി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/t എന്ന് കിട്ടി. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് ഡോ എസ് ഡിവൈഡ് ബൈ ഡോ വി കാണാണ്. ഡോ എസ് ഡിവൈഡ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് എനർജി. അത് ഇതേപോലെ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു കെ എൽ എൻ ഒമേഗ കൊടുക്കുകയാണെങ്കിൽ കെ ഇൻറ്റു ഡോ എൽ എൻ ഒമേഗ ഡിവൈഡ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് എനർജി. ഡോ എൽ എൻ ഒമേഗ ഡിവൈഡ് ബൈ ഡോ വി ഈറ്റ എന്നുള്ള റെപ്രസെൻറ്റേഷനായി നമ്മൾ കൊടുത്തിരുന്നത്. ഈറ്റിനെ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്, പി ഡിവൈഡഡ് ബൈ കെ ടി എന്നുള്ള റിലേഷനായിരുന്നു. ഈ റിലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ p/t എന്നുള്ള റിലേഷൻ നമുക്ക് കിട്ടി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ എ ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ബി. ആൻഡ് ഡോ എസ് ഡിവൈഡ് ബൈ ഡോ എൻ അറ്റ് കോൺസ്റ്റൻറ്റ് number of particles, constant volume and energy, that is equal to k into dou ln omega divided by dou n at constant volume and energy, that is equal to k into theta, where theta is equal to minus mu divided by kt. So minus mu divided by kt, from this equation minus mu divided by t, that is equation number C. അപ്പോൾ 3 ഇക്വേഷൻസാണ് നമ്മളിവിടെ കിട്ടിയിട്ടുള്ളത്. ഇക്വേഷൻ നമ്പർ എ, ഇക്വേഷൻ നമ്പർ ബി ആൻഡ് ഇക്വേഷൻ നമ്പർ സി. ഓക്കെ, ഇക്വേഷൻ നമ്പർ എ പ്രകാരം നമുക്ക് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ നമ്പർ ബി പ്രകാരം പ്രഷറും ടെമ്പറേച്ചർ അടങ്ങുന്ന റിലേഷനാണ്. അതിൽ ടെമ്പറേച്ചറിൻ്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രഷറിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റും. സിമിലർലി നമുക്ക് കെമിക്കൽ പൊട്ടൻഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അതിലേക്ക് പോവാണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ എ പ്രകാരം ടി ഈക്വൽ ടു ഡോ ഇ ഡിവൈഡഡ് ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇപ്പോൾ ടെമ്പറേച്ചർ കാണാനുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഡോ ഇ ഡിവൈഡ് ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇനി കാൽക്കുലസിൽ ഒരു ഫെമിലർ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഡോ എക്സ് ഡിവൈഡ് ബൈ ഡോ വൈ
with at constant z into dou y divided by dou z at constant x into dou z divided by dou x at constant y, that is equal to -1. അതായത് ഒരു ഫംഗ്ഷൻ്റെ 3 വേരിയബിൾസാണ് എക്സ് വൈ സെഡ് എങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതൊരു ഫെമിലിയർ ആയിട്ടുള്ള റിലേഷനാണ്. ഈ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇനി കാണാൻ പോകുന്ന പ്രഷറും ടെമ്പറേച്ചറും പ്രഷറും കെമിക്കൽ പൊട്ടൻഷ്യലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇക്വേഷൻ നമ്പർ ബി എടുക്കാം. ബി എന്ന് പറഞ്ഞാൽ P/T = എന്തായാലും നമുക്ക് കിട്ടുന്നത് that is equal to dou S divided by dou V at constant N, E. ഇപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? P = dou S divided by dou V at constant N, E. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ നമ്പർ 1 പ്രകാരം dou E divided by dou X at constant വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മളൊരു ഫംഗ്ഷൻ്റെ 3 വേരിയബിൾസ് എന്നുള്ളത് നമ്മൾ എന്താക്കി എടുക്കുകയാണ്? എനർജി, എൻട്രോപ്പി, വോളിയം ആക്കി എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാൽക്കുലസിന് നമുക്ക് ഈ രീതിയിൽ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. dou E divided by dou X at constant number of particles and volume into dou S divided by dou V at constant number of particles and energy dou V divided by dou E at constant number of particles and entropy, that is equal to -1. ഈ കാൽക്കുലസ് പ്രകാരമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇതിൽ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞത് എനർജി, എൻട്രോപ്പി, വോളിയം ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് ഇതാണ് dou S divided by dou V dou E divided by dou X. ആ ഒരു വാല്യൂ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷന് പകരം, ഈ ഒരു റിലേഷന് പ്രകാരം ഈ ആദ്യത്തെ 2 വാല്യൂ ഉണ്ട്. ആ ഒരു വാല്യൂക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? P എന്ന് നമുക്ക് എഴുതാം. P ഇൻറ്റു ആണ് dou V divided by dou E at constant N and X is equal to -1 എന്ന് എഴുതാം. ഫ്രം ദിസ് ഇക്വേഷൻ P = ഇതിനങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -dou E divided by dou V at constant N X. അപ്പോൾ നമുക്ക് പ്രഷർ കാണാനുള്ള റിലേഷൻ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് P = -dou E divided by dou V at constant number of particles and entropy. ടെമ്പറേച്ചർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇക്വേഷൻ നമ്പർ സി പ്രകാരം -mu divided by T എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്? dou S divided by dou N at constant number of particles and energy എന്നതായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഇതായത് നമുക്ക് നേരത്തെ ഇക്വേഷൻ നമ്പർ സിയിൽ നമുക്ക് കിട്ടിയിരുന്ന ഇക്വേഷൻ dou S divided by dou N at constant NE. ഇപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ mu = dou S divided by dou N at constant NE ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? dou E divided by dou X at constant V and N എന്നതായിട്ടാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഈ കാൽക്കുലസ് പ്രകാരം ഞാനിവിടെ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഫംഗ്ഷൻ്റെ വേരിയബിൾസ് എന്ന് പറയുന്നത് എനർജി, എൻട്രോപ്പി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. എനർജി, എൻട്രോപ്പി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാൽക്കുലസ് പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? dou E divided by dou X at constant N V dou S divided by dou N at constant V E dou N divided by dou E at constant Vx, that is equal to -1 എന്ന് എഴുതാം. അപ്പോൾ കെമിക്കൽ പൊട്ടൻഷ്യൽ dou S divided by dou N dou E divided by dou X വരുന്നുണ്ട്, അത് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടേമിന് പകരം നമുക്ക് -mu എന്ന് കൊടുക്കാം ഇൻറ്റു dou N divided by dou E at constant V and X, that is equal to -1. മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. mu = ഇതിനങ്ങോട്ട് കൊണ്ടുവന്നാൽ mu = dou E divided by dou N at constant volume and entropy എന്ന് നമുക്ക് എഴുതാം. ദിസ് ഈസ് ദ വാല്യൂ ഫോർ ദ കെമിക്കൽ പൊട്ടൻഷ്യൽ. അപ്പോൾ തെർമോഡൈനാമിക്കിലെ ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ടെമ്പറേച്ചർ ഇക്വേഷൻ നമ്പർ 1, പ്രഷർ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം, ആൻഡ് കെമിക്കൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ, കെമിക്കൽ പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് ചെയ്തു? കിട്ടിക്കഴിഞ്ഞു.
ഇനി നമുക്ക് ഇതിൻ്റെ തെർമോഡൈനാമിക്കിലുള്ള പൊട്ടൻഷ്യൽ കാണണം. ഓക്കെ, തെർമോഡൈനാമിക് പൊട്ടൻഷ്യലാണ് 4 നമുക്ക് തെർമോഡൈനാമിക് പൊട്ടൻഷ്യലായിട്ട് നമുക്ക് കിട്ടുന്നത്. 4 പൊട്ടൻഷ്യൽ. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജിയാണ്. ഇൻറ്റേർണൽ എനർജി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഇ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. രണ്ടാമത്തത് എൽമോൾസ് ഫ്രീ എനർജി. എൽമോൾസ് ഫ്രീ എനർജി അതിന് നമ്മൾ എ എന്നുള്ള ലെറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിനോട്ട് ചെയ്യുന്നു. മൂന്നാമത്തത് ഗിബ്സ് ഫ്രീ എനർജി. ഗിബ്സ് ഫ്രീ എനർജി അതിന് നമ്മൾ ജി എന്നുള്ള ലെറ്റർ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ഫോർത്ത് വൺ എൻതാൽപ്പി. എൻതാൽപ്പി അതിനെ നമ്മൾ എച്ച് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 4 പൊട്ടൻഷ്യൽ കാണുക എന്നതാണ് നമ്മുടെ അടുത്ത എയിം. അപ്പോൾ അതിനു വേണ്ടി തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ഏതാണെന്ന് ചോദിച്ചാൽ ഈ 4 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് ഇൻറ്റേർണൽ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻറ്റേർണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയാൽ മതി, എൻട്രോപ്പി കിട്ടിയാൽ മതി. എൻട്രോപ്പി കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഇൻറ്റേർണൽ എനർജി. അതായത് നമുക്കറിയാം എൻട്രോപ്പി എന്ന് പറയുന്നത് ഈസ് എ ഫങ്ഷൻ ഓഫ് എൻ വി ഇ എന്നതാണ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോളിയും എൻട്രോപ്പിയും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, ഓർ ഐദർ വേസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോളിയും എനർജിയും കിട്ടിയാൽ നമുക്ക് എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോളിയും എൻട്രോപ്പിയും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ എൻട്രോപ്പി. നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് പോകാം. എൽമോൾസ് എനർജി. എൽമോൾസ് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, എൽമോൾസ് ഫ്രീ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ സീക്വൽ ടു ഇ മൈനസ് ടി എക്സ് എന്നതാണ്. ഇൻറ്റേർണൽ എനർജി മൈനസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ടെമ്പറേച്ചർ ആൻഡ് എൻട്രോപ്പി എന്നതാണ് എൽമോൾസ് എനർജി കാണാനുള്ള ഇക്വേഷൻ. അടുത്തത് ഗിബ്സ് ഫ്രീ എനർജി കാണണം. ഗിബ്സ് ഫ്രീ എനർജി. അപ്പോൾ ഗിബ്സ് ഫ്രീ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എൽമോൾസ് എനർജി വേണം. എൽമോൾസ് എനർജി പ്ലസ് പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ആണ് നമുക്ക് ഗിബ്സ് ഫ്രീ എനർജി കാണാനുള്ള ഇക്വേഷൻ. എ പ്ലസ് പി വി. നമ്മൾ എന്താ പറയുക, തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് ലോ നമുക്കറിയാം എന്തായിരുന്നു, ടി എക്സ് സീക്വൽ ടു ഇ പ്ലസ് പി വി മൈനസ് മ്യൂ എൻ എന്നുള്ള റിലേഷൻ നമുക്കറിയാം. ഡെറിവേറ്റീവ് ചേഞ്ച് എല്ലാം നമ്മൾ കാണുന്നത് ബേസിക് ആയിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ ഇതിൽ നിന്ന് പി വി സീക്വൽ ടു എ പ്ലസ് പി വി എന്നതുണ്ട്. എക്ക് പകരം നമ്മൾ ഈ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇ മൈനസ് ടി എക്സ് പ്ലസ് പി വി എന്നുള്ള റിലേഷൻ നമ്മൾ കൊടുത്തു. അപ്പോൾ ജീൻ്റെ വേറെ റിലേഷനാണ് ഇ മൈനസ് ടി എക്സ് പ്ലസ് പി വി എന്നുള്ളത്. ഈ വാല്യൂ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ജി സീക്വൽ ടു മ്യൂ എൻ എന്നുള്ള റിലേഷൻ കിട്ടും. അപ്പോൾ എൽമോൾസ് എനർജി ഗിബ്സ് ഫ്രീ എനർജിക്ക് 3 റിലേഷൻ നമ്മൾ കണ്ടെത്തി. ഇൻ ടേംസ് ഓഫ് എൽമോൾസ് എനർജി, ഇൻ ടേംസ് ഓഫ് ഇൻറ്റേർണൽ എനർജി, ഇൻ ടേംസ് ഓഫ് കെമിക്കൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ 3ഉം ഗിബ്സ് ഫ്രീ എനർജീൻ്റെ റിലേഷനാണ്. അടുത്തത് നമുക്ക് എൻതാൽപ്പിയാണ് കാണേണ്ടത്. എൻതാൽപ്പി കാണാൻ വേണ്ടി എച്ച് സീക്വൽ ടു കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഇ പ്ലസ് പി വി എന്നതാണ്. ഇ പ്ലസ് പി വി അതായത് ഇൻറ്റേർണൽ എനർജി പ്ലസ് പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. ഗിബ്സ് ഫ്രീ എനർജിനെ പോലെ തന്നെയാണ് എൽമോൾസ് എനർജിക്ക് പകരം എന്ത് കൊടുത്താൽ മതി, ഇൻറ്റേർണൽ എനർജി കൊടുത്താൽ മതി, ഇ പ്ലസ് പി വി. അപ്പോൾ ഇക്വേഷൻ ഈ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം, ഇ പ്ലസ് പി വി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ പ്ലസ് പി വി എന്ന് പറയുമ്പോൾ ടി എക്സ് പ്ലസ് മ്യൂ എൻ എന്നുള്ള റിലേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എത്തിപ്പെടാം. അതായത് ടി എക്സ് പ്ലസ് മ്യൂ എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി എക്സ് മ്യൂ എൻ എന്ന് പറഞ്ഞാൽ ജി ആണ്. അപ്പോൾ എൻതാൽപ്പിക്കും നമ്മൾ 3 റിലേഷൻ നമ്മൾ കണ്ടെത്തി. ദാറ്റ് ഈസ് ഇൻറ്റേർണൽ എനർജി പ്ലസ് പ്രഷർ ഇൻറ്റു വോളിയം, ടെമ്പറേച്ചർ ഇൻറ്റു എൻട്രോപ്പി പ്ലസ് മ്യൂ ഇൻറ്റു എൻ ആൻഡ് ടി ഇൻറ്റു എക്സ് പ്ലസ് ജി. ഇങ്ങനെ 3 റിലേഷനാണ് എൻതാൽപ്പിക്കുള്ളത്. ഇതാണ് നമ്മളെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. 4 പൊട്ടൻഷ്യൽ: ഇൻറ്റേർണൽ എനർജി, എൽമോൾസ് എനർജി, ഗിബ്സ് ഫ്രീ എനർജി, എൻതാൽപ്പി. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂസാണ്. സ്പെസിഫിക് ഹീറ്റ് 2 രീതിയിലാണ് നമ്മൾ പറയുന്നത്. അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് സി വി. ഇപ്പോൾ സി വി എന്ന് പറഞ്ഞാൽ ഡോ ക്യൂ ഡിവൈഡഡ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്.
According to first law, Q is equal to Tex, that is equal to E plus PV minus mu n. അപ്പോൾ ഡി ക്യു is equal to നമുക്ക് എങ്ങനെ എഴുതാം? ഡി ക്യു is equal to T dx, that is equal to dE, this is equal to plus P into dV minus mu into dN. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുമ്പോൾ ഈ ടേം 0 ആയിട്ട് പോയി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ടേം 0 ആയിട്ട് പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സി വി is equal to ഡോ ഇ ഡിവൈഡഡ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇനി ഈ റിലേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് എൻട്രോപ്പി നമ്മൾ എഴുതാണെങ്കിൽ ഡി ക്യു is equal to ടി ഡി എക്സ് ആണ്. അപ്പോൾ നമുക്ക് സി വി is equal to നമുക്ക് ഇങ്ങനെ എഴുതാം, ക്യൂക്ക് പകരം ഡി ക്യൂക്ക് പകരം എന്ത് കൊടുക്കാം? ടി ഡി എക്സ് കൊടുക്കാം. ടി ഡി എക്സ് എന്നുള്ള വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ എസ് ഡിവൈഡ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് വോളിയം. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം കാണാനുള്ള 3 ഇക്വേഷൻ ഡി ക്യു ഡിവൈഡ് ബൈ ഡോ ക്യു ഡിവൈഡ് ബൈ ഡോ ടി ആൻഡ് ഡോ ഇ ഡിവൈഡ് ബൈ ഡോ ടി ആൻഡ് ടി ഇൻറ്റു ഡോ എസ് ഡിവൈഡ് ബൈ ഡോ ടി. ഇതെല്ലാം അറ്റ് കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് വോളിയം. ഇനി സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കാണണം, ദാറ്റ് ഈസ് സി പി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ക്യു ഡിവൈഡ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് പ്രഷർ. ഓക്കെ, സോറി, കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് പ്രഷർ. ഇതാണ് സി പി കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡി ക്യു is equal to ഡി ഇ പ്ലസ് പി ഡി വി മൈനസ് മ്യൂ ഡി എൻ എന്നതാണ്. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 0 എന്ന് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ടേം 0 ആയിട്ട് പോയി. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഈ ടേം നിർത്തിയില്ല, 0 ആയിട്ട് പോവില്ല, കാരണം ഇത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ചേഞ്ച് ഇൻ വാല്യൂ അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ക്യു is equal to ഇ പ്ലസ് പി വി എന്നുള്ള റിലേഷൻ, ഈ ടേം 0 ആയിട്ട് പോയി. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ ഇൻറ്റു ഇ പ്ലസ് പി വി ഡിവൈഡഡ് ബൈ ഡോ ടി എന്ന് എഴുതാം അറ്റ് കോൺസ്റ്റൻറ്റ് എൻ കോമ പി. ഇ പ്ലസ് പി വി സം ഓഫ് ഇൻറ്റേർണൽ എനർജി ആൻഡ് പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം എന്തായിരുന്നു? എൻതാൽപ്പി ആയിരുന്നു. അപ്പോൾ സി പി is equal to വി ക്യാൻ റൈറ്റ് ഡോ എച്ച് ഡിവൈഡഡ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് പ്രഷർ. ദിസ് ഈസ് ദ വാല്യൂ ഫോർ ദ specific heat at constant pressure. Okay, അപ്പോൾ the change in the enthalpy with respect to temperature at a constant number of particles and pressure. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്പെസിഫിക് ഹീറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ടെമ്പറേച്ചർ കണ്ടു, പ്രഷർ കണ്ടു, കെമിക്കൽ പൊട്ടൻഷ്യൽ കണ്ടു, ദെൻ 4 തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ, ഇൻറ്റേർണൽ എനർജി, എൽമോൾസ് എനർജി, ഗിബ്സ് ഫ്രീ എനർജി ആൻഡ് എൻതാൽപ്പി. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് സി വി ആൻഡ് സി പി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ ഇൻറ്റേർണൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത്? എൻട്രോപ്പി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? അതിൻ്റെ മാക്രോ സ്റ്റേറ്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എൻ വി ഇ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൈക്രോ സ്റ്റേറ്റ് കിട്ടും. മൈക്രോ സ്റ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എൻട്രോപ്പി കിട്ടും. എൻട്രോപ്പി കിട്ടിക്കഴിഞ്ഞാൽ എൻട്രോപ്പിയും ഇൻറ്റേർണൽ എനർജിയും വെച്ച് നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തെർമോഡൈനാമിക്സിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് മെഷർ ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള റിലേഷൻസ്. ഇനി നമുക്ക് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഒരു മോണോ അറ്റോമിക് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസാണ് നമുക്ക് മെഷർ ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.